നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാൻ തുടരുന്നു. 2 കിലോയിലധികം കഞ്ചാവുമായി ചെറുവാഞ്ചേരി സ്വദേശികൾ കണ്ണവം പോലീസിന്റെ പിടിയിൽ. പെരിങ്ങത്തൂരിൽ പകൽ സമയം 2 വീടുകളിൽ നിന്നായി 3 പവന്റെ മാലയും 1 ലാപ്ടോപ്പും കവർന്ന കേസിൽ 2 മാസത്തിനു ശേഷം 2 യുവാക്കൾ പിടിയിൽ. അറസ്റ്റിലായത് കോഴിക്കോട് സ്വദേശികളായ KK ലുബൈ സിനാൻ, MV മഖ്ബൂസ് ഹാനൂക്ക് എന്നിവർ. ഓപ്പറേഷൻ തണ്ടർ 7.5 ലിറ്റർ മാഹി മദ്യവുമായി കണ്ണൂർ സ്വദേശി കൂത്തുപറമ്പ് എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കണ്ണൂർ സ്വദേശി ഗിരീശൻ. ചൊക്ലിയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച VK ഭാസ്കരൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികം ആചരിച്ചു. മാതൃകാ വ്യക്തിത്വമെന്ന് മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണവം പോലീസ് നടത്തിയ പരിശോധനയിൽ 2 കിലോയിലധികം കഞ്ചാവുമായി 2 പേർ പിടിയിൽ. ചെറുവാഞ്ചേരി സ്വദേശികളായ മുഹമ്മദ് അക്ബർ, ഹാരിസ് D എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നായി 2 കിലോയിലധികം കഞ്ചാവാണ് അന്വേഷണ സംഘം പിടികൂടിയത്. പ്രദേശത്ത് കഞ്ചാവ് വിൽപ്പന നടക്കുന്നതായി കണ്ണവം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തുടർന്ന് മുഹമ്മദ് അക്ബറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 1.5 കിലോ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും കഞ്ചാവ് എത്തിച്ചു നൽകിയത് ഹാരിസ് ആണെന്ന് വ്യക്തമാവുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹാരിസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 520 ഗ്രാം കഞ്ചാവ് കൂടി കണ്ടെത്തുകയും ചെയ്തു. സംഭവത്തിൽ പ്രതികളായ ഇരുവർക്കുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കണ്ണവം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അനൂപ് K ഗോവിന്ദ്, SI ദേവാനന്ദ്, ASI ബിജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത്, ജിതേഷ്, ദീപേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷംന, വിപിൻ എന്നിവരടങ്ങിയ സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തത്. പെരിങ്ങത്തൂരിൽ പകൽ സമയം 2 വീടുകളിൽ നിന്നായി 3 പവന്റെ മാലയും 1 ലാപ്ടോപ്പും കവർന്ന കേസിൽ 2 മാസത്തിനു ശേഷം 2 യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. കോഴിക്കോട് ചേളന്നൂരിലെ KK ലുബൈ സിനാൻ, കോഴിക്കോട് കൊടുവള്ളിയിലെ MV മഖ്ബൂസ് ഹാനൂക്ക് എന്നിവരാണ് ചൊക്ലി പോലീസ് ഇൻസ്പെക്ടർ V ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഏലത്തൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. പെരിങ്ങത്തൂരിനടുത്ത സേഫ് നഗറിൽ ഏപ്രിൽ 10-നാണ് മോഷണം നടന്നത്. ഒരു വീട്ടിൽ നിന്നും ലാപ്ടോപ്പും തൊട്ടടുത്ത വീട്ടിൽ നിന്നും 3 പവൻ മാലയുമാണ് മോഷ്ടിച്ചത്. പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിലേക്ക് എത്തിയത്. സ്വന്തമായി സിം കാർഡുകളില്ലാത്ത പ്രതികൾ മോഷ്ടിച്ച ഫോണുകൾ ഉപയോഗിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. ചൊക്ലി പോലീസ് സബ് ഇൻസ്പെക്ടർ R രാകേഷ്, സീനിയർ CPOമാരായ KV ജിത്ത്, K സബീഷ്, CPO PK അഖിൽ എന്നിവരും പ്രതികളെ പിടികൂടിയ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. എക്സൈസ് വകുപ്പിന്റെ പ്രത്യേക പരിശോധനാ നടപടിയായ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 7.5 ലിറ്റർ മാഹി മദ്യവുമായി കണ്ണൂർ സ്വദേശിയെ കൂത്തുപറമ്പ് എക്സൈസ് സംഘം പിടികൂടി. കോപ്പാലം തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന മദ്യമാണ് പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂഴിക്കരയിൽ വെച്ച് ബസ് തടഞ്ഞു നടത്തിയ പരിശോധനയിലാണ് മദ്യം കണ്ടെത്തിയത്. കണ്ണൂർ ആദികടലായി സ്വദേശി ഗിരീശനാണ് പിടിയിലായത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന സഞ്ചിയിൽ ഒളിപ്പിച്ച നിലയിൽ 150 മില്ലി വീതമുള്ള 30 കുപ്പി മാഹി മദ്യമാണ് എക്സൈസ് സംഘം കണ്ടെത്തിയത്. ആകെ 7.5 ലിറ്റർ മദ്യമാണ് പിടിച്ചെടുത്തത്. സംസ്ഥാനത്ത് അനധികൃത മദ്യക്കടത്തും വിൽപ്പനയും തടയുന്നതിനായി എക്സൈസ് വകുപ്പ് ശക്തമായ പരിശോധനകൾ തുടരുന്നതിനിടെയാണ് ഈ പിടികൂടൽ. പിടിയിലായ പ്രതിക്കെതിരെ അബ്കാരി നിയമപ്രകാരം കേസെടുത്തതായി എക്സൈസ് അധികാരികൾ അറിയിച്ചു. കൂത്തുപറമ്പ് എക്സൈസ് ഇൻസ്പെക്ടർ P ഷിംനയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ IB അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ U ഷാജി, പ്രിവന്റീവ് ഓഫീസർ P അനീഷ് കുമാർ എന്നിവരും പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പാനൂർ മേഖലയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPM മുൻ പാനൂർ ഏരിയ സെക്രട്ടറിയുമായിരുന്ന AV ബാലൻ സർവകക്ഷി അനുസ്മരണം പാനൂർ ബസ് സ്റ്റാൻഡിൽ നടന്നു. പാനൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന അനുസ്മരണ യോഗം CPM ജില്ലാ സെക്രട്ടറി KK രാകേഷ് ഉദ്ഘാടനം ചെയ്തു. ആ സമയത്തുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെ എടുത്തു പറയുന്നത് ശരിയല്ല, ഇങ്ങനെ ഒരു പരിപാടിയിലെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ സാധാരണ നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം അസാധ്യമായി
തീർന്ന ഒരു ഘട്ടമായിരുന്നു ആ ഘട്ടം. വലിയ കടന്നാക്രമണങ്ങൾ എല്ലാം നടക്കുന്ന ഒരു സന്ദർഭം. ആ ഘട്ടത്തിൽ SFIയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജില്ലാ കമ്മിറ്റി എനിക്ക് ചുമതല നൽകിയത് ഈ പാനൂർ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് SFI പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള ചുമതലയാണ് നൽകിയിരുന്നത്. ആ ഘട്ടത്തിൽ പാനൂരിലെ മിക്കവാറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തുന്ന സമയത്തെല്ലാം അദൃശ്യമായ ബാലാട്ടൻ്റെ നേരിട്ടോ അല്ലാതെയോ ഉള്ളൊരു കണ്ണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഏത് സമയത്തും ആക്രമിക്കപ്പെടാമെന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടമായിരുന്നു ആ ഘട്ടം. ആ സന്ദർഭത്തിൽ ഓരോ സമയത്തും, അന്ന് മൊബൈൽ ഫോണിൻ്റെ ഒന്നും സന്ദർഭമില്ലല്ലോ, ഓരോ സമയത്തും ബാലാട്ടൻ്റെ അദൃശ്യമായ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. CPM പാനൂർ ഏരിയ സെക്രട്ടറി K. കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി KP മോഹനൻ, V. സുരേന്ദ്രൻ മാസ്റ്റർ, ആവോലം ബഷീർ, രവീന്ദ്രൻ കുന്നോത്ത്, KK ബാലൻ, അഡ്വക്കേറ്റ് V. അശോക് കുമാർ, KP യൂസഫ്, K. മുകുന്ദൻ, PK രാജൻ, OP ഷീജ, MTK ബാബു, A. ശൈലജ എന്നിവർ സംസാരിച്ചു. KK സുധീർ കുമാർ സ്വാഗതം പറഞ്ഞു. ചൊക്ലിയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച VK ഭാസ്കരൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികം ആചരിച്ചു. വീട്ടിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചൊക്ലിയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച VK ഭാസ്കരൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികം ആചരിച്ചു. വീട്ടിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിലാണ് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത്. ഒളവിലം LP സ്കൂൾ റിട്ടയേർഡ് പ്രധാന അധ്യാപകനും ഗ്രന്ഥകാരനും കൂടിയാണ് VK ഭാസ്കരൻ മാസ്റ്റർ. വാത്മീകി രാമായണത്തിന്റെ പദാനുപത വിവർത്തനത്തിലൂടെ ശ്രദ്ധേയനായ വ്യക്തിത്വത്തിനുടമയാണ് ഭാസ്കരൻ മാസ്റ്റർ. പൊതുപ്രവർത്തന രംഗത്ത് മാതൃക കാട്ടിയ നേതാവാണ് VK ഭാസ്കരൻ മാസ്റ്റർ എന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഭാസ്കരൻ മാസ്റ്ററെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കെല്ലാം തന്നെ അറിയാം, ഒരു മനുഷ്യൻ ജീവിച്ചു തീർന്ന വലിയ മഹാനൊന്നാവണ്ടാണ്. മഹാനായാൽ മാത്രമേ മഹത്വം ഉണ്ടാവുമെന്ന് നമ്മൾ ആരും ധരിക്കണ്ട. നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നമ്മൾ എന്തു ചെയ്തു എന്ന് നോക്കിയിട്ടാണ് കാലം നമ്മളെ വിലയിരുത്തുക. സുതാര്യമായ പ്രതിജീവിതം, ആദർശയുക്തമായ ജീവിതം, മൂല്യങ്ങൾ എത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമീപനം, അതാണ് പൊതുപ്രവർത്തകന്മാർ സ്വീകരിക്കേണ്ടത്. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. യാതൊരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല. കോൺഗ്രസ് അതല്ല പഠിപ്പിച്ചത്. ആഭ്യന്തര ജനാധിപത്യം ഈ പാർട്ടിയിൽ ഏറ്റവും ശക്തമായിട്ട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെ പാതയിലൂടെയാണ് കോൺഗ്രസ് ചരിത്രത്തിന് മുന്നോട്ട് പോകുന്നത്. മാതൃക കോൺഗ്രസ് നേതാവായിരുന്നു പ്രിയപ്പെട്ട ഭാസ്കരൻ മാസ്റ്റർ. അതേ മാർത്തിയോടുകൂടി അധികാരത്തിന് പിന്നാലെ പാഞ്ഞു കിടന്ന് എനിക്കറിയില്ല. ചായാനും ചെറിയാനും അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ട് തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി പോലും ആകാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കഴിവ് തോന്നിയ രാഷ്ട്രീയക്കാരനാണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഏറ്റവും കഴിവുറ്റ ഈ ജില്ലയെ പോലും നയിക്കാൻ സാധിച്ച പ്രഗത്ഭനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. ഞാൻ ഈ സന്ദർഭത്തിൽ വികാര നിർഭരനായിട്ട് ഓർക്കുകയാണ്. ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. രാഷ്ട്രീയത്തോടൊപ്പം സാഹിത്യ മേഖലയിലും കനപ്പെട്ട സംഭാവനകൾ നൽകിയാണ് ഭാസ്കരൻ മാസ്റ്റർ നമ്മെ വിട്ടുപിരിഞ്ഞതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അനുസ്മരിച്ചു. ഒളവിലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. തലശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് CG അരുൺ അധ്യക്ഷനായി. ഒളവിലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MP പ്രമോദ് സ്വാഗതം പറഞ്ഞു. KPCC മെമ്പർ V. സുരേന്ദ്രൻ മാസ്റ്റർ, കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K. ശശിധരൻ മാസ്റ്റർ, DCC സെക്രട്ടറിമാരായ സന്തോഷ് കണ്ണംവള്ളി, അഡ്വക്കേറ്റ് ഷുഹൈബ്, DCC മെമ്പർ K. രമേശൻ, KM പവിത്ര മാസ്റ്റർ, ന്യൂമാഹി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് ബാബു, ഷാജി M. ചൊക്ലി, M. ഉദയൻ, P. ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് CV രാജൻ മാസ്റ്റർ, ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പാൾ M. ഹരീന്ദ്ര മാസ്റ്റർ, ദീപ സുരേന്ദ്രൻ തുടങ്ങി ഒട്ടനവധി പേർ പങ്കാളികളായി.
ചമ്പാട് താര ജുമാ മസ്ജിദ് നൂറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തരിച്ച PM അബ്ദുൾ അസീസ് മാസ്റ്ററുടെ സ്മരണയ്ക്കായി അനുശോചന യോഗം സംഘടിപ്പിച്ചു. താഴെ ചമ്പാട് നൂറുൽ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന യോഗത്തിൽ മത, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗങ്ങളിലെ നിരവധി പ്രമുഖരും നാട്ടുകാരും പങ്കെടുത്തു. ബാവാണ്ടുപറമ്പ് LP സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപകനും താര ജുമാ മസ്ജിദ് മഹല്ല് പ്രസിഡന്റുമായിരുന്ന PM അബ്ദുൾ അസീസ് മാസ്റ്റർ വിദ്യാഭ്യാസ, സാമൂഹിക മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു. വിനയവും സൗമ്യ സ്വഭാവവും കൊണ്ട് ഏവർക്കും പ്രിയങ്കരനായിരുന്ന അദ്ദേഹം ദിവസങ്ങൾക്ക് മുൻപാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം നടത്തി നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. അദ്ദേഹത്തിന്റെ ആകസ്മിക വിയോഗം പ്രദേശവാസികളെയും സഹപ്രവർത്തകരെയും ഏറെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അനുശോചന യോഗത്തിൽ ബഷീർ ചെറിയാണ്ടി മുഖ്യപ്രഭാഷണം നടത്തി. അതിൽ പങ്കുചേരാൻ എന്നോട് പൈസ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ എന്നെ ഫോൺ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 21 ദിവസത്തെ ഹജ്ജിനിടയിൽ ഹജ്ജിന് പോയ ആളുകളുടെ എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ചു കൊടുക്കാൻ അസീസ് മാസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ വർഷമായി ഇവിടെ നിൽക്കും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അസീസ് മാസ്റ്റർ ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ സൂചിപ്പിക്കണം, അസീസ് മാസ്റ്ററുടെ ഒരു മാതൃകാ പുരുഷനാണ്. അദ്ദേഹം ജീവിതത്തിലും നടത്തത്തിലും അതേപോലെ തത്വയുള്ള, നമുക്കറിയാം തത്വയുള്ള മനുഷ്യൻ പറയുമ്പോൾ അങ്ങനെ തത്വയുള്ള മനുഷ്യനാണ്. കാരണം ഒരു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അനവധി സമയത്ത് സംസാരിക്കും. അദ്ദേഹം അച്ഛനെ പോലെ തന്നെ ഞങ്ങളുടെ ബന്ധത്തിൽ വീട്ടിൽ വന്നിട്ട് കാണാൻ കഴിയില്ല. പക്ഷേ ഒരു വോയിസ് ഇട്ട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്തായാലും വീട്ടിൽ വരണം, ഒരു ക്ഷണമായി സ്വീകരിക്കണം. ഞങ്ങൾക്ക് എത്താൻ കഴിയും പിറ്റേന്ന് വന്നപ്പോൾ അദ്ദേഹം കുറേ സമയം പഴയ കഥകളും അനുഭവകഥകളും അധ്യാപന ജോലികളൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെ മനസ്സിൽ നമ്മുടെ സമയത്ത് ആരെയും മോഹിക്കുന്നു എന്നുള്ള അനുഭവമായിരുന്നു. ആ അവസരം നമുക്കുള്ളത് നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന മാത്രമാണ് പറയുന്നത്. അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന പാത അത് പിന്തുടരുക എന്നതാണ് ഇത്തരമൊരു ചടങ്ങ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം എല്ലാ മതവിഭാഗങ്ങളിലും വ്യത്യസ്തമായ രംഗമാറ്റുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ അനുഭവ സമ്പത്ത് നമുക്ക് ഇന്നത്തെ ഇന്നുമായി വീട്ടിലും മത്സരത്തിൽ നാനാ ജാതിമത്തിലെ രാഷ്ട്രീയ അബ്ദുൾ അസീസ് മാസ്റ്ററുടെ ജീവിതവും സേവന പ്രവർത്തനങ്ങളും അദ്ദേഹം അനുസ്മരിച്ചു. സംയുക്ത മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് E. അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. E. ചന്ദ്രൻ മാസ്റ്റർ, ത്വാഹ സൈനി, ഡോക്ടർ P. മുഹമ്മദ്, ഷെരീഫ് ബാക്കഫി, നിങ്കിലേരി മുസ്തഫ, കുഞ്ഞമ്മദ് മാസ്റ്റർ, E. കുഞ്ഞുമൂസ, PC ഖാദർകുട്ടി, അബ്ദുൽ ലത്തീഫ്, PM ഷിനാജ്, അഷ്റഫ് ഉസ്താദ്, ഷാനിദ് മേക്കുന്ന്, ജുനൈദ് ഇർഫാനി, അഹമ്മദ് ഉസ്താദ് എന്നിവർ സംസാരിച്ചു. റഹീം ചമ്പാട് സ്വാഗതവും ആഷിഖ നന്ദിയും പറഞ്ഞു. താര ജുമാ മസ്ജിദ് ഖത്തീബ് അഷ്റഫ് ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വിവിധ മഹല്ലുകളിലെയും സംഘടനകളിലെയും പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിലെ സംഘർഷകാലവും കണ്ണൂർ, തലശ്ശേരി നഗരങ്ങളുടെ പഴയകാല പ്രതാപവും വരച്ചുകാട്ടുന്ന ആ കാറും 7 മരണവും, ആ താലിമാല തേടി ആരും വന്നില്ല എന്നീ പുസ്തകങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ എന്നിവർ ഏറ്റുവാങ്ങി. മാധ്യമ പ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ചതാണ് ഈ പുസ്തകങ്ങൾ. മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ഈ പുസ്തകങ്ങൾ കേരള വിഷൻ പബ്ലിക്കേഷൻസും കൈരളി ബുക്സുമാണ് പ്രസിദ്ധീകരിച്ചത്. പാണക്കാട് സാദിഖലി തങ്ങളുടെ വസതിയിലും EP ജയരാജന്റെ കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ വസതിയിലും വെച്ചാണ് ഇരുവരും പുസ്തകങ്ങൾ സ്വീകരിച്ചത്. ഗ്രന്ഥകാരൻ നവാസ് മേത്തറാണ് ഇരുവർക്കും പുസ്തകം നൽകിയത്. കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയമാണ് 2 പുസ്തകങ്ങളിലും പ്രധാനമായി കടന്നുവരുന്നത്. മാതാപിതാക്കൾക്ക് മുന്നിൽ കൊല്ലപ്പെട്ട SFI നേതാവ് KV സുധീഷ്, വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കൊല്ലപ്പെട്ട യുവമോർച്ച നേതാവ് KT ജയകൃഷ്ണൻ, വീട്ടിനുള്ളിൽ വധശ്രമത്തിനിരയായ P ജയരാജൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, പോണ്ടിച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി E വത്സരാജ് എന്നിവരുടെ ആത്മകഥയുടെ വിവിധ പശ്ചാത്തലങ്ങളും DGP രവത ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള IPS ഉദ്യോഗസ്ഥരും മുൻ കേന്ദ്രമന്ത്രി MP വീരേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് നേതാക്കളും സിനിമാ താരം ജോയ് മാത്യു, K വേണു, K അജിത, ബാസുരേന്ദ്ര ബാബു തുടങ്ങിയ പഴയകാല നക്സൽ നേതാക്കളും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ഉൾപ്പെടെയുള്ള ന്യായാധിപന്മാരും മുൻമന്ത്രി കാന്തലോട്ട് കുഞ്ഞമ്പുവുമൊക്കെ കടന്നുവരുന്ന പുസ്തകങ്ങൾ ഇതിനകം ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. കണ്ണൂർ നഗരത്തിലെ പഴയ കാലത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ആസ്ഥാനമായിരുന്ന റെയിൻബോ ടൂറിസ്റ്റ് ഹോമും ജോൺ ബ്രിട്ടാസ് MP, മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ PP ശശീന്ദ്രൻ, EM അഷ്റഫ് ഉൾപ്പെടെ
പഴയകാല മാധ്യമപ്രവർത്തകരും പുസ്തകത്തിൽ കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. കണ്ണൂർ നഗരത്തിൻ്റെ പഴയകാല പ്രതാപത്തിലൂടെയുള്ള സഞ്ചാരം കൂടിയാണ് ആ കാറും 7 മരണവും. കഴിഞ്ഞ നിയമസഭാ പുസ്തകോത്സവത്തിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, ADGP S ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. പുസ്തകത്തിൻ്റെ ആദ്യ പതിപ്പ് വിൽപ്പന പൂർത്തിയായി. 2ാം പതിപ്പ് ഉടൻ പുറത്തിറങ്ങും. ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിൻ്റെ 5ാം പതിപ്പ് ഇതിനകം പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ EP ജയരാജനാണ് താലിമാലയുടെ 3ാം പതിപ്പ് പ്രകാശനം ചെയ്തത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 04902333 626 9447227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K. രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8138806188, 9656813834, 8590312944.
ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക് ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D scanning and digital printing, ultra-modern X-ray facilities, well-equipped ultra-modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ, ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ മേക്കുന്ന്, തലശ്ശേരി റോഡ്, കൂലോത്ത് സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in places that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് നടന്നു. മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം നിർവഹിച്ചു. ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് മേയർ പി ഇന്ദിര നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ KP താഹിർ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലിഷ ദീപക് സ്വാഗതം പറഞ്ഞു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ബിന്ദു K മാത്യു പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റിഷാം താണ, ശ്രീജ മഠത്തിൽ, റിജിൽ മാക്കുറ്റി, ഷമീമ ടീച്ചർ, VK മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് സോന ജയറാം തുടങ്ങിയവർ സംസാരിച്ചു. പാനൂർ UP സ്കൂൾ 1982-83 ബാച്ചിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നിർമ്മിക്കുന്ന K തായാട്ട് റീഡിംഗ് കോർണർ ഉദ്ഘാടനം ജൂൺ 19 വായനാ ദിനത്തിൽ നടക്കും. ഉച്ചയ്ക്ക് 2 രാജേന്ദ്രൻ തായാട്ട് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാനൂരിൽ 82-83 ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്, കൂട്ടുകാരാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം ഏപ്രിൽ മാസം 26-ാം തീയതി അവിടെ ഒരു പരിപാടി വെച്ച് കണ്ടുമുട്ടുകയും ഒരു കൂട്ടായ്മ വേണമെന്നുള്ള ഒരു തീരുമാനമുണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ആ കമ്മിറ്റിയിൽ വെച്ചിട്ട് ഒരു തായാട്ട് മാഷ്, നമ്മുടെ ഹെഡ് മാഷും അതേപോലെ തന്നെ കലാകാരനുമായ തായാട്ട് മാഷിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ റീഡിംഗ് കോർണർ ഉണ്ടാക്കാനുള്ളൊരു തീരുമാനം എത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് തായാട്ട് മാഷിൻ്റെ ഭാര്യ വക്കീൽ ടീച്ചറെ കാണുകയും അവരുടെ അനുവാദം വാങ്ങുകയും പിന്നെ മാനേജ്മെൻറ്റിനെ കണ്ട് അവിടെ ഒരു സ്റ്റെപ്പ് കയറുന്ന സ്ഥലത്ത് ഒരു ബാത്റൂം ഉണ്ടായിരുന്നു, അതവർ മാറ്റിത്തരാം, അവിടെ റീഡിംഗ് റൂം ഉണ്ടാക്കിത്തരാം എന്ന് ഉറപ്പുകിട്ടുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ബാത്റൂം അവർ പുറത്തേക്ക് മാറ്റി
ഇവിടെ ഒരു ട്രെയിനിങ് റൂമും അതേപോലെ തന്നെ ട്രെയിനിങ് കോർണറും അതേപോലെ തന്നെ ഒരു ലൈബ്രറിക്ക് ആവശ്യമായ റാക്കും എത്തിച്ചേരാമെന്ന് അവർ 1982-83 ബാച്ചിൽ പാനൂർ UPയിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ അവരുടെ അന്നത്തെ പ്രധാനാധ്യാപകനും പ്രശസ്ത ബാലസാഹിത്യകാരനുമായിരുന്ന കെ തായാട്ടിൻ്റെ സ്മരണയ്ക്കായി മാനേജ്മെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ് റീഡിംഗ് കോർണർ ഒരുക്കുന്നത്. വായനാ ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് കെ തായാട്ടിൻ്റെ മകനും കലാകാരനുമായ രാജേന്ദ്രൻ തായാട്ട് ഉദ്ഘാടനം ചെയ്യും. പാനൂർ EO ബൈജു കേളോത്ത് വായനാദിന സന്ദേശം നൽകും. പ്രധാനാധ്യാപിക വി ജീജ, PTA പ്രസിഡന്റ് കെ സന്തോഷ്, മദർ PTA പ്രസിഡന്റ് PK ഷൈബ, ദിനേശൻ പച്ചോൾ തുടങ്ങിയവർ സംബന്ധിക്കും. പൂർവ്വ വിദ്യാർത്ഥികളായ മിനിത S, അശോകൻ മൊകേരി, രാജീവൻ M, ദിലീപ് രാജ് എന്നിവർ ഓർമ്മകൾ പങ്കുവയ്ക്കും. ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പാനൂർ UPയിലെ വിദ്യാർത്ഥികൾക്കായി കെ തായാട്ട് രചിച്ച തെനാലിയിലെ കൊച്ചു തെമ്മാടി എന്ന പുസ്തകത്തെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന ആസ്വാദനക്കുറിപ്പ് രചനാ മത്സരത്തിലെ വിജയികൾക്ക് ചടങ്ങിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥികളായ EK സരസു, B സുനിൽകുമാർ, C ഗീത എന്നിവർ സമ്മാനദാനം നടത്തും. വിദ്യാർത്ഥികൾ അവരുടെ സ്ഥാപനത്തിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നത് ഒരു പുതുമയല്ല. അത് കോടികൾ ലക്ഷങ്ങളൊക്കെ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വായനാ ദിനത്തിന് പരിപാടികൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ വലിപ്പം കൊണ്ടല്ല, പക്ഷെ അങ്ങനെ ഒരു സ്പേസ് തായാട്ട് മാസ്റ്റർ ഓർമ്മയ്ക്ക് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവുകയും ഇന്നൊരു 5-10 കുട്ടികളെങ്കിലും അതിന് ഇൻസ്പയർഡ് ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചപ്പോൾ മാനേജ്മെൻറ്റ് അതിനോട് സഹകരിച്ചു. അങ്ങനെ വ്യത്യസ്തമായ പരിപാടിയാണ്. അതിൻ്റെ ഒരു സ്വഭാവത്തിൽ നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നത്. കാരണം വായനാദിനായതുകൊണ്ട് നമ്മുടെ കോളേജിലടക്കം ഞാൻ തന്നെ പങ്കെടുക്കുന്ന പരിപാടികളുണ്ട്. അന്ന് തന്നെ ഒരുപാടുണ്ടാവുമെന്ന് അറിയാം. പക്ഷെ ഇങ്ങനെയൊന്ന് നമ്മൾ ഒരു 1.5 കൊല്ലമായിട്ട് ഇതിൻ്റെ പിന്നാലെ നമ്മൾ നിൽക്കുന്നുണ്ട് ടീമിന്. വാർത്താസമ്മേളനത്തിൽ കെ സജിത്ത്, S മിനിത, ബിജു നെല്ലിയോട്, VN മനോജ്, അശോകൻ മൊകേരി എന്നിവർ സംബന്ധിച്ചു. പിണറായി വെസ്റ്റ് ബേസിക് UP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷം ശ്രദ്ധേയമായി. നാടും നഗരവും ഫുട്ബോൾ ആവേശത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ 100 ഗോൾ 100 സമ്മാനം എന്ന വ്യത്യസ്തമായ പരിപാടിയാണ് ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയത്. പിണറായി വെസ്റ്റ് ബേസിക് UP സ്കൂളിൽ 100 ഗോൾ 100 സമ്മാനം സ്കൂളിന്റെ 100ാം വാർഷികാഘോഷം ലോകകപ്പ് ലഹരി പടർത്തി വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ അങ്കണത്തിലൊരുക്കിയ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം ഏറെ ശ്രദ്ധേയമായി. സ്പോർട്സ് കൗൺസിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് PM അഖിൽ ഉദ്ഘാടനം ചെയ്തു. സ്പെയിനുണ്ട്, ജർമ്മനി ഉണ്ട്, അങ്ങനെ കുറെ ആളുകളുണ്ടല്ലേ, കുറെ ജേഴ്സി ഇട്ടിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം ആ രാജ്യത്തിലെ കളിക്കാരെ സ്നേഹിക്കുകയാണ് അല്ലേ? നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്നേഹിക്കുകയാണ്, മെസ്സിയെ സ്നേഹിക്കുകയാണ്. പഞ്ചായത്ത് അംഗം M മഹേഷ് അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ തലശ്ശേരി താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ, PTA പ്രസിഡന്റ് K രഞ്ജിത്ത്, V ശാന്തകുമാർ, പ്രധാനാധ്യാപിക PK ഷകില, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ V പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പങ്കെടുത്തു. ഗോളടിച്ച എല്ലാവർക്കും സമ്മാനങ്ങളും നൽകി. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ തലശ്ശേരി ഡിവിഷൻ വാർഷിക പൊതുയോഗം പാരീസ് പ്രസിഡൻസി ഹാളിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ തലശ്ശേരി ഡിവിഷൻ 34ാം വാർഷിക പൊതുസമ്മേളനമാണ് പാരീസ് പ്രസിഡൻസി ഹാളിൽ നടന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. അതിനുമുമ്പ് 5 വർഷമായി നടക്കുന്ന യുദ്ധമുണ്ട് ലോകത്ത്, റഷ്യയും യുക്രൈനും തമ്മിൽ. അത് അധികം നമ്മളെ ഒന്നും ബാധിച്ചിട്ടില്ല. എങ്കിലും നമ്മുടെ അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ആരുടെയും കൊച്ചുമക്കളൊക്കെ തന്നെ അവിടെ വിദ്യാഭ്യാസത്തിന് പോയ, മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പോയവരൊക്കെ തന്നെ തിരിച്ചു വന്നതിൻ്റെ ദുരിതം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അത് വിപുലമായി നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ അമേരിക്കയും ഇസ്രയേലും കൂടി ഇറാനെ ആക്രമിച്ചപ്പോഴുണ്ടായ സംഭവം എന്താ? മിസൈൽ പോകുന്നതും തകരുന്നതും ഡ്രോൺ തകരുന്നതും അല്ലെങ്കിൽ വിമാനം തകരുന്നതും ഒക്കെ തന്നെ നമ്മൾ TV യിലിരുന്ന് കണ്ടിട്ടുണ്ട്. അതൊക്കെ ആസ്വദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊരു ബോംബ് നമ്മുടെ അടുക്കളയിലും വീണിട്ടുണ്ടായിരുന്നു. അടുക്കളയിൽ വീണതിൻ്റെ ഫലമായിട്ടാണ് ഈ എണ്ണവില കയറ്റം നമ്മളെല്ലാം തന്നെ രൂക്ഷമായി ബാധിച്ചിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. ആ എണ്ണവില കയറ്റം വന്നപ്പോഴാണ് അതിൻ്റെ യുദ്ധത്തിൻ്റെ ഭീകരത നമുക്ക് അനുഭവവേദ്യമാവുന്നത്. എത്രമാത്രം രൂക്ഷമായിട്ടാണ് എണ്ണവില കൂടിക്കൊണ്ടിരിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എല്ലാം തന്നെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജീവിത ചെലവ് വർദ്ധിച്ചു കൊണ്ടുവരുന്നു എന്ന് കാണാൻ കഴിയും. യാത്രാ ചെലവും കൂടുന്നു,
ഇപ്പോൾ പെട്രോളാണെങ്കിലും ഡീസലാണെങ്കിലും മണ്ണെണ്ണയാണെങ്കിലും അല്ലെങ്കിൽ CNC ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും എല്ലാം തന്നെ അതാണ് എന്ന് കാണാൻ കഴിയും. അപ്പം അങ്ങനെ ആ യുദ്ധം നമ്മളെല്ലാം ലോകത്തായുള്ള ജനങ്ങളെ അതിൻ്റെ ദുരിതം അനുഭവിക്കപ്പെട്ടിരിക്കുകയാണ്. ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി PP ബാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡിവിഷൻ പ്രസിഡന്റ് C അച്യുതൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് N ബാലൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം TG ബാലഗോപാലൻ, വനിതാവേദി ജോയിന്റ് കൺവീനർ C അജിത, ജില്ലാ കൺവീനർ C മഹിജ, PP സുജിയ, ഡിവിഷൻ സെക്രട്ടറി P ചന്ദ്രൻ, ട്രഷറർ KK മോഹനൻ, ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി A സുജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുജിയ, PK പവിത്രൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. പെട്രോൾ, ഡീസൽ, പാചകവാതക വില പിൻവലിക്കുക, KSEB, വാട്ടർ അതോറിറ്റി, KSRTC എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൊതുമേഖലയിൽ സംരക്ഷിച്ചു നിർത്തുക, കേരളത്തിൽ കൂടുതൽ വെഹിക്കിൾ വാഹനങ്ങളുള്ളതിനാൽ സ്റ്റേഷനുകൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനവും കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും വായനശാലകൾക്കുള്ള ലാപ്ടോപ്പ് പുസ്തക വിതരണവും +2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ചവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. ജില്ലാ സെൻട്രൽ ലൈബ്രറി ഹാളിൽ പ്രശസ്ത ചെറുകഥാകൃത്ത് T പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആ ലൈബ്രറിയിൽ ധാരാളം പുസ്തകങ്ങളും പക്ഷേ ഈ പുസ്തകങ്ങളൊക്കെ പഴയ ഇന്ത്യൻ പുസ്തകങ്ങൾ നോവലുകൾ തർജ്ജമയും എന്നാലും പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. ഒരുമാതിരി അവിടുത്തെ ഓഫീസർമാരൊക്കെ പഠിക്കുന്നതുള്ളതാണ്. അവരോട് പറഞ്ഞ് അവർ നല്ല കൊടുത്തിട്ട് അത് വാങ്ങി. ഇതിൻ്റെ കടം പിൽക്കാലത്ത് ഞാൻ വീട്ടുകയുണ്ട്. സമാനായ ഈ പാർലമെന്റ് അതിന് പാർട്ടിയാണ് 100-ലധികം പുസ്തകങ്ങൾ. ജില്ലയിലെ 81 തദ്ദേശ സ്ഥാപനങ്ങളിൽ 50 സ്ഥാപനങ്ങളിലെ എല്ലാ വാർഡുകളിലും സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. ജില്ലയിലാകെയുള്ള 1545 വാർഡുകളിൽ 189 എണ്ണത്തിൽ മാത്രമാണ് വായനശാലകൾ നിലവിൽ വരാനുള്ളത്. ഈ വർഷത്തോടെ സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്താനുള്ള ഒരുക്കത്തിലാണ് ജില്ലാ ലൈബ്രറി കൗൺസിൽ. പീപ്പിൾസ് മിഷൻ ചെയർമാൻ ഡോക്ടർ V ശിവദാസൻ MP അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ P വിഷ്ണുരാജ്, MK മനോഹരൻ, നാരായണൻ കൗമ്പായി, മുകുന്ദൻ മഠത്തിൽ, KT ശശി തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി. അമൃത വിദ്യാലയം പുന്നോൽ തലശ്ശേരി, leading CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enriched co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. വിസ്മയം തീർക്കുവാൻ പൊന്നിന്റെ പൂക്കാലം
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112338. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും. ജിയോസാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോസാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ തലശ്ശേരി മേഖലാ സമ്മേളനവും ആശ്രയ ഫണ്ട് വിതരണവും നടന്നു. തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ജിജി കടവിൽ ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ തലശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി മേഖലയിൽ മരണപ്പെട്ട KM ഭാസ്കരന്റെ കുടുംബത്തിന് ആശ്രയ ധനസഹായ ഫണ്ട് 10 ലക്ഷം രൂപ കൈമാറലും മേഖലാ സമ്മേളനവും സംഘടിപ്പിച്ചു. തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ജിജി കടവിൽ ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് കൈമാറലും അദ്ദേഹം നിർവഹിച്ചു. തലശ്ശേരി മേഖലാ പ്രസിഡന്റ് K പ്രമോദ് അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി മഹേഷ് സ്വാഗതം പറഞ്ഞു. കണ്ണൂർ ജില്ലാ ട്രഷറർ സുരേഷ് ബാബു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സമീർ ബാബു ആശ്രയ പദ്ധതി വിശദീകരിച്ചു. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന ട്രഷറർ സൈനുദ്ദീൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രദീപ് കുമാർ, തലശ്ശേരി മേഖലാ ട്രഷറർ സരുൺ തുടങ്ങിയവർ സംസാരിച്ചു. ആളുകൾക്കും കൃത്യസമയത്ത് തന്നെ അതിന് ധനസഹായം നൽകാൻ സാധിച്ചു എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വിശദീകരിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ സംഘടനയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഓരോ പദ്ധതികളും അത് കൃത്യമായി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാല നേതാക്കന്മാരുടെ അനുഭവങ്ങൾ നമ്മളിവിടെ അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി മേഖല എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടതും അതുപോലെ തന്നെ നമ്മുടെ ഓരോ സമ്മേളനങ്ങൾ കൂടി അനുസ്മരിക്കപ്പെടേണ്ട സിറാജ് അക്ഷരദീപം പദ്ധതി കേരള മുസ്ലിം ജമാഅത്ത് പാനൂർ സോൺ തല ഉദ്ഘാടനം പാനൂർ KKV ഹൈസ്കൂളിൽ വെച്ച് നടന്നു. നിരവധി ആളുകൾ പങ്കെടുത്തു. കേരള മുസ്ലിം ജമാഅത്ത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഹനീഫ് പാനൂർ ഉദ്ഘാടനം ചെയ്തു. ആധുനിക വാർത്താ മീഡിയകളിൽ നിന്ന്, പത്രങ്ങളിൽ നിന്ന് ലഭിക്കും എന്നുള്ള മഹത്തായ ഉദ്ദേശമാണ് സിറാജ് അക്ഷരദീപം എന്ന് സമർത്ഥിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അറിവുകൾ നാം നേടുക എന്നുള്ള മഹത്തായ ഒരു ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്നതോടൊപ്പം വായിച്ച് വളരാൻ ആവശ്യമായ സന്മനസ് കാണിക്കണമെന്ന്, അതിൽ കൂടി വിജയം കരസ്ഥമാക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. GP യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക MK റീഹ, അമീർ മാസ്റ്റർ, അബ്ദുള്ള പുത്തൂർ, അബ്ദുൽ ലത്തീഫ്, ഇബ്രാഹിം സഹദി, RC മുഹമ്മദ്, MC മുഹമ്മദ്, യൂസഫ് പാനൂർ എന്നിവർ സംബന്ധിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് പാനൂർ സോൺ കമ്മിറ്റിയാണ് പത്രം സ്പോൺസർ ചെയ്തത്. ലൈഫ് കെയർ ലബോറട്ടറി കുന്നോത്ത് പറമ്പിൽ നെല്ലിക്കണ്ടി ടവറിൽ ഡോക്ടർ KK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
ലബോറട്ടറി സെക്ഷൻ ഉദ്ഘാടനം വാർഡ് മെമ്പർ ടി സുജില നിർവഹിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കുന്നോത്തുപറമ്പിൽ PR കുറുപ്പ് സഹകരണാശുപത്രിക്ക് സമീപം നെല്ലിക്കണ്ടി ടവറിലാണ് ലൈഫ് കെയർ ലബോറട്ടറി പ്രവർത്തനം ആരംഭിച്ചത്. ഡോക്ടർ KK രവീന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ലബോറട്ടറി സെക്ഷന്റെ ഉദ്ഘാടനം കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് അംഗം ടി സുജില നിർവഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജൂലൈ 18 വരെ എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും 15 മുതൽ 20% വരെ ഡിസ്കൗണ്ട് അനുവദിക്കുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. വീടുകളിലെത്തി സാമ്പിളുകൾ ശേഖരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയതായും മാനേജ്മെന്റ് അറിയിച്ചു. ആധുനിക സൗകര്യങ്ങൾ, കൃത്യമായ പരിശോധനകൾ, പരിചയസമ്പന്നരായ ജീവനക്കാർ തുടങ്ങിയവ ലൈഫ് കെയറിന്റെ പ്രത്യേകതയാണ്. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ തൂഫാൻ തുടരുന്നു. 2 കിലോയിലധികം കഞ്ചാവുമായി ചെറുവാഞ്ചേരി സ്വദേശികൾ കണ്ണവും പോലീസിന്റെ പിടിയിൽ. പെരിങ്ങത്തൂരിൽ പകൽ സമയം 2 വീടുകളിൽ നിന്നായി 3 പവന്റെ മാലയും 1 ലാപ്ടോപ്പും കവർന്ന കേസിൽ 2 മാസത്തിനു ശേഷം 2 യുവാക്കൾ പിടിയിൽ. അറസ്റ്റിലായത് കോഴിക്കോട് സ്വദേശികളായ KK ലൂബൈ സിനാൻ, MV മഖ്ബൂസ് ഹാനൂക്ക് എന്നിവർ. ഓപ്പറേഷൻ തണ്ടർ 7.5 ലിറ്റർ മാഹി മദ്യവുമായി കണ്ണൂർ സ്വദേശി കൂത്തുമ്പ് എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കണ്ണൂർ സ്വദേശി ഗിരീശൻ. ചൊക്ലിയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച VK ഭാസ്കരൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികം ആചരിച്ചു. മാതൃകാ വ്യക്തിത്വമെന്ന് മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.